മനസ്സിൽ വല്ലാതെ വിഷമങ്ങളുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ഒരു യാത്ര പോവും. അങ്ങനെ മനസ്സിൽ വല്ലാത്ത വിഷമമുള്ള രണ്ടാളുകൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയി. ഹലോ മിസ്റ്റർ മാമച്ചൻ. നീയായിരുന്നോ? ഞാൻ വിചാരിച്ച എന്റെ കട്ടൗട്ടർ ചാരി വെച്ചിരിക്കുവാണ്. എന്താ ഈ വേഷത്തിൽ? അല്ല, നമുക്ക് പോട്ടെ. പാലക്കാട്ടെ റിസൾട്ടിന് ശേഷം വിഷമം വന്നതാണ് ഈ രണ്ടാൾക്കും. അങ്ങനെ സരിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ പറഞ്ഞു, നമുക്ക് തിരുവനന്തപുരം വരെ ഒരു റൈഡ് പോവാന്ന്. അമ്മയോട് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിയതാ. പക്ഷേ എന്റെ ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. അതോർത്ത് മാമച്ചൻ പേടിക്കണ്ട, ഞാനിവിടെ തൂക്കി പിടിച്ചോളാം. അങ്ങനെ യാത്ര പോയി. ഇത് വെറും ഒരു യാത്രയല്ല, ഒരു സ്റ്റഡി ടൂറാണ്. അതായത് പുതിയ സഖാവായ സരിൻ സഖാവിന് പാർട്ടീനെ കുറിച്ചും ചില ആളുകളെയൊക്കെ കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ സരിന് വേണ്ടി ഒന്നാമതായിട്ട് ബാലൻ സഖാവ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് AKG സെൻ്ററാണ്. അതായത് സരിൻ സഖാവിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. പുതിയ സഖാവായ സരിൻ സഖാവ് ഭക്തിയോടെ AKG സെൻ്റർക്ക് കയറി പോകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ പുതിയ പയ്യനാ, യൂത്തിന്റെ. ഇനി പ്രധാനപ്പെട്ട ചില ആളുകളെ പരിചയപ്പെടലാണ്. പാലക്കാട് MLA ആയിട്ടില്ലെങ്കിലും സരിനെ വെറുതെ ഇരുത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടില്ലത്രേ. സരിന് വേണ്ടി പാർട്ടി ചില പദ്ധതികളൊക്കെ തയ്യാറാക്കി കൊടുത്തേ. ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് AKG സെന്ററിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അല്ല സരിനെ, എന്താണ് ഇപ്പോൾ തീരുമാനം? മനുഷ്യൻ അങ്ങനെയാണ് രാഷ്ട്രീയ നിലപാടുകളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന അഭിപ്രായങ്ങളിലേക്കൊക്കെ മാറേണ്ടത്. ശരി, എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് ആ മാറ്റം? എങ്ങനെ ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിന്റെ എല്ലാതരം തുടർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം. അത് തുടരും. ആയിക്കോട്ടെ. അല്ല, ഈ മെമ്പർഷിപ്പിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? പഠിത്തങ്ങാനും കിട്ടുമോ? പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അതിന് 2 കൊല്ലത്തെ ഒരു കാത്തിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് പോലും അറിയാം. അത് പത്രക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ്. അപ്പൊ പ്രാഥമികമായിട്ട് പഠിക്കേണ്ടതൊക്കെ പഠിച്ചു. വേറെന്തൊക്കെയാ പഠിപ്പിച്ചേ? വിശ്രമിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ്. വിശ്രമിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഉണ്ടാകും എന്നുള്ളതിന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നത്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ AKG സെന്റർക്കുള്ള സ്റ്റഡി ടൂർ? കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക, കൊണ്ടു പഠിക്കുക എന്നുള്ളതിന്റെ ആ ശീലത്തിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും. അപ്പൊ സരിന് പറഞ്ഞ പോലെ കേട്ടും കണ്ടും കൊണ്ടും ഒക്കെ ഒരുപാട് പഠിക്കാൻ വേണ്ടി ഇനിയും AKG സെന്റർക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ സരിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.